യെസ്, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണി വന്ന മുന്നും പിന്നും നോക്കാൻ പാടില്ല, സ്വന്തം ബന്ധവും നോക്കാൻ പാടില്ല. നോ സെന്റിമെന്റ്സ് അറ്റ് ഓൾ. അർജുനും മരിക്കേണ്ടി വരും. എന്നാലേ ഈ അനുപമയ്ക്ക് ജീവിക്കാൻ പറ്റൂ. കിട്ടിയോ? നമ്പർ അത് തന്നെ. കൊമ്പൻ ജോസ് എന്നാ വിളിപ്പേര്. അതേന്നേ, ഹൈവേ ബാറിലെ മർഡർ കേസില് ഞാൻ പറഞ്ഞിട്ട് രാഘവനുണ്ണി സാറല്ലേ അവന് ജാമ്യം എടുത്തു കൊടുത്തത്? അത് തന്നെ. അന്ന് ഞാനാണ് അവന്റെ റിലീസ് ഓർഡർ ജയിലിൽ കൊണ്ട് കൊടുത്തത്. അവനെ പുറത്തു കൊണ്ടുവന്നത്. വിശ്വസിക്കാം, എന്റെ വാക്ക്. താൻ വയ്ക്ക്. ഞാനേ രാഘവനുണ്ണി സാറിന്റെ വീട്ടിലെത്തി. ഞാനൊന്ന് സാറിനെ ഓഫീസിൽ കയറി കണ്ടിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ശരിയപ്പോ ഓക്കെ. ഹരീന്ദ്ര വക്കീലേ. ഇതാര്? അനുപമയോ? എന്തുണ്ട് വിശേഷമൊക്കെ? അനുപമേ, സാർ ഉയരെ ഓഫീസിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. വക്കീലെന്തോ കാര്യമായിട്ട് ക്രിമിനൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നേ. അവരുമായിട്ടൊക്കെ നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഞാനൊരു ക്രിമിനൽ ലോയറല്ലേ, അപ്പൊ പിന്നെ ക്രിമിനൽസുമായിട്ട് ആവണമല്ലോ നമ്മുടെ ഇടപാടൊക്കെ. അതായിരിക്കും ആ നൊട്ടോറിയസ് ക്രിമിനൽ കൊമ്പൻ ജോസിന്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ? താൻ അതൊക്കെ കേട്ടായിരുന്നോ? എടോ, അത് പിന്നെ സംഗതി വേറൊന്നുമല്ല. ഈ കൊമ്പൻ ജോസ് എന്ന് പറയുന്നവൻ സിറ്റിയിലെ 1ാം നമ്പർ ക്രിമിനലാ. അവൻ അടുത്തിടെ ഒരു മർഡർ കേസിൽ ഞാൻ പറഞ്ഞിട്ട് രാഘവനുണ്ണി സാർ ജാമ്യം എടുത്തു കൊടുത്തു. ഇപ്പൊ അവൻ എന്റെ ബെടാ ദോസ്താ. എന്ന് വെച്ചാ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചിട്ട് തീർക്കാൻ പറഞ്ഞാ തീർക്കൊന്നർത്ഥം. എന്നും പറയാം. ഇപ്പതാ എന്റെ വേറൊരു ഫ്രണ്ടിന് ജോസിനെ കൊണ്ടൊരാവശ്യം. അവന്റെ സഹോദരിയുടെ ഒരു പ്രേമവുമായി ബന്ധപ്പെട്ട കേസാ. ദുരഭിമാന ജാതി പ്രശ്നമാണ് വിഷയം. അതിനെ ജോസിനെ മുട്ടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാ അവൻ എന്നെ വിളിച്ചത്. അതിന് ഇന്ന് രാത്രിയോ നാളെയോ പരിഹാരം ഉണ്ടാവുന്ന ഉറപ്പാ. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഞാനൊന്ന് സാറിനെ കണ്ടിട്ട് വരട്ടെ. അല്ല, ഒരു നിമിഷം. അപ്പോ എന്റെ ഒരു ആവശ്യം പറഞ്ഞ ഹരീന്ദ്ര വക്കീലിന് ഈ കൊമ്പൻ ജോസിനെ ഒന്ന് കളത്തിലിറക്കി പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അനുപമ എന്തായി പറഞ്ഞു വരുന്നേ? വ്യക്തമാക്കി തരാം. ഹരീന്ദ്രന്റെ ഫ്രണ്ടിനെ പോലെ എനിക്കും ഇപ്പൊ ഒരു നൊട്ടോറിയസ് ക്രിമിനലിന്റെ സേവനം ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതിന് ഈ കൊമ്പനെ ഒന്ന് ഇറക്കണം. എന്താ, സാധിക്കോ? സാധിക്കാതെ ഒന്നുമില്ല. പക്ഷേ അനുപമ ഇപ്പോഴും കാര്യം എന്താണെന്നും ആളാരാണെന്നും പറഞ്ഞില്ല. കാര്യം സിമ്പിൾ. ഹരിയുടെ ഫ്രണ്ടിന് അയാളുടെ സഹോദരിയുടെ കാമുകനെ ഒതുക്കണം. എനിക്ക് എന്റെ ഒരു ശത്രുവിനെ കൊല്ലണം. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ജോർജ് കുട്ടി ഇറക്കേണ്ടി വരും, കുറച്ച് ഹെവി ആയിട്ട് തന്നെ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏൽപ്പിക്കുന്ന പണി വെടിപ്പായിട്ട് ചെയ്ത പണിക്കാർക്ക് പാടത്ത് ജോലി, വരമ്പത്ത് കൂലി. അതുറപ്പിക്കാം. പിന്നെ എനിക്കിതൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് ആയതുകൊണ്ട് എല്ലാം കഴിയുമ്പോ അഡ്വക്കേറ്റ് ഹരീന്ദ്രന്റെ പോക്കറ്റിലും എത്തും അത്യാവശ്യം കനത്തിലുള്ള ഒരു തുക. എന്താ, അത് പോരെ? എങ്കിൽ സംഗതി ഡബിൾ ഓക്കെ. പക്ഷേ ശത്രു ആരാണെന്ന് പറഞ്ഞില്ല. പറയാം. കേൾക്കുമ്പോ ഞെട്ടി വിറക്കരുത്. കൊമ്പൻ ജോസും കൂട്ടരും കൊല്ലേണ്ട വ്യക്തിയുടെ പേര് അർജുൻ രാഘവ്. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ 2ാമത്തെ മകൻ. ഇത് നടപടിയാകുന്ന കാര്യമല്ല. അഡ്വക്കേറ്റ് രാഘവനുണ്ണി എന്റെ ബോസാണ്, ശത്രു അല്ല.
അനുപമ ഒന്ന് പോയേ, വെറുതെ ആളെ വട്ടാക്കാനായിട്ട്. 1 മിനിറ്റ്. കാലം കുറെ ആയില്ലേ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ പോലെ അഡ്വക്കേറ്റ് ഹരീന്ദ്രനും ആവട്ടെ ഒരു ബോസൊക്കെ. രാഘവനുണ്ണിയുടെ ആട്ടും തുപ്പും സഹിച്ച് എത്ര നാളൊരു ജൂനിയർ ആയിട്ട് തുടരും? അതോടൊപ്പം അതേ രാഘവനുണ്ണിയുടെ കുടുംബക്കാരനാവുന്നതിനെ കുറിച്ചുകൂടി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹരീന്ദ്രനാഥ്? കുടുംബക്കാരനോ? വാട്ട് യു മീൻ? യെസ്, ഐ ആം സീരിയസ്. അങ്ങനെ ഒരു ലൈഫ് ഹരീന്ദ്രൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിച്ചോളാൻ ഞാൻ പറയും. കാരണം രാഘവനുണ്ണി വക്കീലിന്റെ അനുജൻ സാക്ഷാൽ ഗോവിന്ദനുണ്ണി വക്കീല് തന്റെ മകൾ നീരജയെ ഉടൻ കെട്ടിച്ചുവിടാൻ പോകുന്നു എന്ന ഞാൻ കേട്ടതും മനസ്സിലാക്കുന്നതും. അതിന് MP വിശ്വംഭരക്കുറുപ്പിന്റെ മകൻ കാർത്തിക്കിന്റെ പ്രണയക്കുരുക്കിൽ നിന്നും സ്വന്തം മകളെ രക്ഷിക്കുക എന്നതാണ് ഉദ്ദേശം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ വരൻ അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ് ആയിക്കൂടാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരാൾ വിചാരിച്ചാ മതി ആ വിവാഹം നടക്കാൻ. ജസ്റ്റ് ഇമാജിൻ, ഇന്നലെ വരെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ ജൂനിയറായി മാത്രം ഇവിടെ വന്നിരുന്ന താൻ പേര് കേട്ട ശംഖചക്രം തറവാട്ടിലെ അഡ്വക്കേറ്റ് ഗോവിന്ദനുണ്ണിയുടെ മരുമകനായി തന്റെ വലതുകാലം എടുത്തു വെച്ച് ഇവിടെ കടന്നു വരുന്നു. സോഷ്യൽ സ്റ്റാറ്റസ്, ഡിഗ്നിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോ തന്റെ ജീവിതം തന്നെ മാറി മാറി. എങ്ങനെ, ഏത് വഴിയെന്നൊക്കെ എനിക്ക് വിട്ടേരെ. ഹരീന്ദ്രന് എന്റെ ഒപ്പം നിക്കാവോ? ഒരുമിച്ച് നിന്നാ ഒരുമിച്ച് നേടാം നമുക്ക് രണ്ടാൾക്കും. എന്തു പറയുന്നു? താൻ ഇറങ്ങ്, ആദ്യം ഒന്ന് ഫ്രഷ് ആവാം. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ. അല്ല, ഇതാര്? രാജീവ് മോനും അഞ്ജലി കുഞ്ഞോ? വാ വാ, കേറി വാ. അമ്പാടിയില്ലേ ഇവിടെ? ഞാൻ അവനെ കുറെ നേരമായിട്ട് വിളിക്കുന്നു, ആളെ കിട്ടുന്നില്ല. ആ, അവന്റെ കാര്യമാണ് ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത്. ഇവിടെ മുറ്റത്ത് കുഴമ്പും പുരട്ടിക്കൊണ്ട് നിന്ന് ചെറുക്കൻ എന്നോട് ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞു. ഞാനൊന്ന് അകത്തോട്ട് പോയി വെള്ളം തിളപ്പിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും മുറ്റത്തുനിന്ന് ആളെ കാണുന്നില്ല. ആരോടും ഒന്നും പറയാതെ അവൻ എങ്ങോട്ട് പോയി? അതല്ലേ ഞാനും ജലജയും കൂടി ഇവിടെ കിടന്ന് നട്ടപ്രാന്തെടുത്ത് അവനെ തിരക്കിക്കൊണ്ടിരുന്നത്. അന്നേരമാണ്ട് അവന്റെ കോള് വരുന്നു. ഏതോ ഫ്രണ്ടിനെ അത്യാവശ്യമായിട്ട് കാണണമെന്നും വരാൻ താമസിക്കുമെന്നും പറഞ്ഞു. ഓ, സുഖമില്ലാത്ത ചെറുക്കനാ. അവനിത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ലമ്മേ, എവിടുന്നാ ഫോൺ ചെയ്യുന്നെന്ന് അപ്പൊ പറഞ്ഞില്ലായിരുന്നോ? എവിടുന്ന് പറയാൻ? അല്ല, മോളുടെ തുണിയൊക്കെ ആകെ നനഞ്ഞു കൊഴിഞ്ഞ മട്ടാണല്ലോ. ഇതെന്ത് പറ്റി? മഴ നനഞ്ഞോ? അതേമേ, ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്കേ പെട്ടെന്നൊരു മഴ. പ്രതീക്ഷിക്കാതെ മഴ ചെയ്തപ്പോ ഞാനും അഞ്ജലിയും നനഞ്ഞു. ഒരു ചെറിയ മഴയത്ത് ഇത്രയും നനയോ? അല്ല, അത്യാവശ്യം നല്ല മഴയായിരുന്നു. അതാ ഇവിടെ ഒന്ന് കേറി ഫ്രഷ് ആയിട്ട് പോന്ന് വിചാരിച്ചത്. അതിനിപ്പോ എന്താ മോനെ, നിങ്ങൾ കേറി വാ. അതെങ്ങനെ കേറി വരും? ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും നിന്നതുകൊണ്ടാ അമ്പാടിക്ക് ഈ അധോഗതി വന്നത്. വല്ല
എല്ലാവരുടെയും കേസിനും വഴക്കിനും സഹായിക്കാൻ നിന്നിട്ട് നമുക്ക് എന്താ കാര്യം? ഹ, അങ്ങനെയൊന്നും പറയാതെ നീ ഒന്ന് അങ്ങോട്ട് പോയേ. ഈ കൊച്ചൊന്ന് കുളിച്ച് വേഷം മാറിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. പക്ഷെ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് കേസ് ജയിക്കാൻ വേണ്ടി എന്റെ അനുജന്റെ ജീവിതം വെച്ച് പന്താടരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ചില നേരത്തെ ഇവള് ഇങ്ങനെയാ. എന്താ ഏതാന്ന് ഒരു നിശ്ചയം ഇല്ലാതെ വായി തോന്നുന്നു അങ്ങ് വിളിച്ചു പറയും. സാരല്ല അമ്മേ. രാജീവേ, നമുക്ക് രാജീവിന്റെ വീട്ടിലോട്ട് തന്നെ പോവാം. എന്തിനാ വെറുതെ? അല്ല, അത് പിന്നെ നമ്മൾ ഏതായാലും ഇവിടെ വരെ വന്നില്ലേ, അപ്പൊ പിന്നെ അമ്പാടിയെ കണ്ട് കാര്യങ്ങൾ അവനോടും പറയണമല്ലോ. അകത്ത് നിന്നാ ചിലപ്പോ പത്മിയുടെ ഡ്രസ് വല്ല ഇവിടെ കാണും. അത്യാവശ്യമാണെങ്കിൽ ഈ വേഷം ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം. താൻ ചെല്ല്. ചേച്ചിയുടെ സംസാരം ഒന്നും കാര്യമാക്കണ്ട. ആ, അതാണ്. അല്ല, മോനെന്താ കാര്യങ്ങളൊക്കെ അമ്പാടിയോട് പറയണോന്ന് പറഞ്ഞത്? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോ? ഏയ്, ഒന്നുമില്ലമ്മേ. അഞ്ജലി ചെല്ല്, ഞാൻ അമ്പാടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, മോള് വാ മോളെ. ഈശ്വര, ഏടത്തിയാണല്ലോ. ഇനി എന്ത് ഏണിയാണാവോ ഇവർ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. ശംഖചക്രൻ തറവാട്ടിലെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ അർജുൻ രാഘവ് തന്റെ അച്ഛന്റെ ആജന്മ ശത്രു അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണനെ വേലി കഴിച്ചു എന്നൊരു ന്യൂസ് കേട്ടിട്ട് വിളിച്ചതാ ഞാൻ. അത് ഏടത്തി, അത് പിന്നെ വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ ഉരുണ്ട് കളിക്കാൻ ഒന്നും നിക്കണ്ട. ദേഹത്ത് പറ്റിയ ചെളി മുഖത്തുകൂടെ പറ്റും. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, അത്യാവശ്യം അറിയേണ്ടവരൊക്കെ ഇപ്പൊ അറിഞ്ഞു എന്ന് കൂട്ടിക്കോ. ഏതായാലും മനം പോലെ മംഗല്യമൊക്കെ നടന്ന സ്ഥിതിക്ക് ഈ പാവ ഏട്ടത്തിയമ്മയ്ക്ക് ഒരു ചെലവൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ തീരെ തെറ്റില്ലാത്തൊരു പങ്ക് ഈയുള്ളവൾക്കും സ്വന്തമാണേ. അതുകൊണ്ട് പറഞ്ഞതാ. ഏടത്തിയുടെ പങ്കും പങ്കാളിത്തം ഒക്കെ ഞാനും കുറച്ചറിഞ്ഞു. ആണോ? എന്നാ അർജുൻ രാഘവ് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതൊന്ന് അറിയിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. എന്തറിയിക്കാൻ? ഏടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, അതിലിപ്പോ പറയാൻ വലിയ പുതുമയൊന്നുമില്ല. തന്റെ ആജന്മ ശത്രുവിന് വരണമാല്യം ചാർത്തിയ മകൻ അർജുൻ രാഘവ് ഇനി ഈ ശംഖുചക്രം തറവാട്ടിൽ വേണ്ട എന്നാണ് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ തീരുമാനം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു 500 മോഡൽ ശബ്ദം. ആള് കട്ട കലിപ്പില്ല. അത് പറയാനാ ഞാൻ വിളിച്ചത്. അയ്യോ, അച്ഛൻ അറിഞ്ഞോ? അറിയാതെ പിന്നെ. അതുകൊണ്ട് കെട്ടിയോനും കെട്ടിയോളും കൂടെ കെട്ടുന്ന വണ്ടിക്ക് ആവുന്നത്ര ദൂരത്തേക്ക് സ്ഥലം വിട്ടോ. ഈ വീട്ടിൽ കയറി വരരുത്. അതാ 2 പേർക്കും നല്ലത്. ഇവിടെ സീനൊരൽപ്പം ഡാർക്കാ. ആണോ? ഓ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ 2 പേരും നേരിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നേരെ. കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാലോ. എടുത്തി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ നേരിട്ട് കണ്ട് നടന്ന് എന്താന്ന് അറിയിക്കണം. പ്ലീസ്, അതിന് എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അല്ലാതെ പൊളിച്ചൂടെന്നൊക്കെ പറഞ്ഞ, അതും ഇപ്പോഴത്തെ ഈ അവസ്ഥയില് അത് നടക്കുന്ന കാര്യമല്ല. പ്ലീസ്, എനിക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം അത് എടുത്ത് സെറ്റാക്കി തരണം പ്ലീസ്. ആണോ? ശരി, എങ്കിൽ പിന്നെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് 2 പേർക്കും ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാം. ആണോ? ശരി, എങ്കിൽ പിന്നെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് 2 പേർക്കും ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാം. കാര്യങ്ങളുടെ ഒരു പൂർണ്ണ ചിത്രം ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എന്നിട്ട് ഞാൻ തന്നെ അർജുന അങ്കിളിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. എന്താ, അതുപോരെ? ആ, അതായാലും മതി. ഞാൻ ഇപ്പൊ തന്നെ എടുത്തി വന്ന് കാണാം. എവിടെയാ വരേണ്ടെന്ന് പറഞ്ഞാ മതി. ആ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് എത്തേണ്ട സ്ഥലവും സമയവും ഞാൻ അർജുന അറിയിക്കാം. ആ,
ശരി. പക്ഷേ എന്തിനായാലും കാര്യങ്ങളൊന്ന് വേഗത്തിലാക്കണം പ്ലീസ്. സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമായതുകൊണ്ടാ. ശരി ശരി, ഞാൻ നോക്കട്ടെ. ശരി. അപ്പൊ ഇര വലയിൽ വീണു. ഇനി കുരുക്കൊന്ന് മുറിക്കാ മതി. അതിനാണല്ലോ നമ്മള് വേട്ടക്കാരനെ ആദ്യമേ റെഡിയാക്കി നിർത്തിയത്. ഹലോ, ഇവന്തിവിടെ? ഞാൻ നമുക്ക് പാർക്കാൻ തേങ്ങാപ്പട്ടണത്ത് പോയ കാര്യം അറിഞ്ഞു കാണും. എടാ അമ്പാടി, നീ ഇത് എവിടെയായിരുന്നു? നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നത്? നീ എന്താ ഫോൺ എടുക്കാത്ത? ആള് കലിപ്പ് മൂടിലാണല്ലേ. എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത്? ഞാൻ ഇപ്പോഴേ ഒറ്റയ്ക്ക് പത്മയുടെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ ശരിയാവൂല. എടാ അമ്പാടി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തേന്ന്? അത് പിന്നെ അളിയാ, എനിക്ക് അത്യാവശ്യമായിട്ട് തേങ്ങാപ്പട്ടണത്തേക്ക് കൊപ്രാകളത്തേക്ക് പോകണമായിരുന്നു എന്റെ ഫ്രണ്ടിനെ കാണാൻ. കൊപ്രാ കളത്തിലോട്ടോ? ഏത് ഫ്രണ്ടിനെ? അങ്ങനെ ഒരു കളമുണ്ട്, അവിടെ ഒരു ഫ്രണ്ടും ഉണ്ട്. നീ അത് വിട്. നീ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ എടാ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് അഞ്ജലിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടാ. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാനാ? എന്ന് പറഞ്ഞ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം നിന്നോട് ഇത്രയും നാൾ മറച്ചു വെച്ചു. അത് പറയാനൊരു സന്ദർഭം ഒത്തുവരാത്തതുകൊണ്ടാ. എന്ത് കാര്യം? എന്റെ അഞ്ജലിയുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങളിന്ന് ഭാര്യ ഭർത്താക്കന്മാരാ. കല്യാണം കഴിഞ്ഞ? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? എടാ പറയടാ. എന്റെ അഞ്ജലിയുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങളിന്ന് ഭാര്യ ഭർത്താക്കന്മാരാ. കല്യാണം കഴിഞ്ഞ? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? എടാ പറയടാ. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് എൻ്റെ അടുത്തൊരു വാക്കെങ്കിലും പറയായിരുന്നു. എടാ അത് പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഒന്നും മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നില്ല. മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ട് അത് നിന്നോട് പറയുമ്പോൾ പത്മയും കൂടി നിന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ കരുതി. ഞാൻ മാത്രമല്ല അഞ്ജലിയും. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയളിയാ. ഇപ്പോ ഞങ്ങൾ വഴിയാധാരായി നിൽക്കുക. മനസ്സിലായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അറിയില്ല. എന്ത് ചെയ്യാൻ ഒരു അല്പ സമയം വേണം. അതാ ഞാൻ പറഞ്ഞത് ഇന്നൊരു രാത്രി എനിക്ക് അഞ്ജലി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂന്ന്. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിന്റെ വീട്ടുകാരെ നീ എങ്ങനെ മാനേജ് ചെയ്യും? മാത്രമല്ല നിന്റെ അച്ഛൻ ആരാണെന്ന് അഞ്ജലി പതുക്കെ പറ, അഞ്ജലി കേൾക്കും. എന്താടാ പ്രശ്നം? ആരാ നിനക്ക് മെസ്സേജ് അയച്ചേ? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോണം. വന്നിട്ട് പറയാൻ ഞാൻ കാര്യം. എടാ ഞാൻ മഴ നനഞ്ഞ് ആകെ മുഷിഞ്ഞിരിക്കുക. നീ എനിക്കൊരു ഡ്രസ്സ് തരണം. വാ. അല്ല എന്റെ അളവ് നിനക്ക് ശരിയാവൂ? വാടാ അങ്ങോട്ട്.
ഇന്ദിരേ, ശിവരാമേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഓ, അത് പിന്നെ മോള് പോയതിന്റെ വിഷമം കാണാതിരിക്കില്ലേ? അത് മാറുമ്പോ വന്ന് കഴിച്ചോളൂ. ഇതങ്ങനെയല്ല, ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ പോലെ ഇരിപ്പ്. അഞ്ജലി പോയ ശേഷം എന്നോടൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നുമില്ല. ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ മരുന്ന് കഴിക്കുന്നത്? ഹ? അതിന് അഞ്ജലി പോയതല്ലല്ലോ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് പറഞ്ഞു വിട്ടതല്ലേ? ഇന്ദിര, നീയും ആ ആ, മനസ്സിലായി. അഞ്ജലി ഇറക്കി വിട്ടത് തെറ്റായി പോയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കരയേം വേണം, ചിരിയും നന്നാവണോന്ന് വിചാരിച്ച നടക്കൂല ശ്യാമളെ. ഞാൻ അത്ര ഉദ്ദേശിച്ചോളൂ. ശരി ശരി, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ നീയൊന്ന് ചെന്ന് ശിവരാമേട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിക്ക്. ചിലപ്പോ ഞാൻ അഞ്ജലിയോട് പോകാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കും വരാതിരിക്കുന്നത്. നീ ചെന്ന് വിളിച്ചാ അയ്യോ, എനിക്കൊന്നും പറ്റൂല. ആ, അല്ലെങ്കിലേ ഒരു കാര്യം ചെയ്യാം. എടി പെണ്ണെ, നീ ചെന്ന് നിന്റെ അമ്മാവനോടെ ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. നിങ്ങളല്ലേ കട്ട ടീം. ആ, അത് ശരിയാ. ആര്യമോള് വിളിച്ചാ ശിവരാമേട്ടൻ വരുമെന്ന് ഉറപ്പാ. മോള് ചെന്ന് വിളിക്ക്. ഇല്ലെങ്കി അമ്മാവൻ പട്ടിണി കിടന്ന് വീണ്ടും വയ്യാതെ ആശുപത്രിയിലാവും. വയ്യാതാവട്ടെ, അതാ അമ്മാവനിപ്പൊ നല്ലത്. വയ്യാതായി ആശുപത്രിയിലാവണം, അതാ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഞാൻ അഞ്ജലിയെ പോയി ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയാണ് ഉടൻ തന്നെ. ഇവള് കൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും.